ഇഞ്ച് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ എത്ര ലെങ്ത് വരെ വരും നോക്കുക. അതിനനുസരിച്ച് സാറിന് തന്നെ സ്റ്റെപ്പിന് ചെയ്യാം. എണ്ണം വല്ലതും ഉണ്ടോ? അതില്ല, ഹൈറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ് ഇപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ താഴെ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഒന്ന് താഴേന്ന് മേളിലോട്ട് കയറുന്ന ആ ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവിടെ 11ഉം അത് കഴിഞ്ഞിട്ട് 5ഉം കൂടെയാണ് കൊടുത്തത്. ഹലോ, 11 സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്ര വരുന്നത്? ഹൈറ്റ് 16 സെന്റിമീറ്റർ അല്ലേ? ആ. ഓക്കെ. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് വരുമ്പോൾ ഈ ഇതിലേക്ക് മുട്ടിയല്ലേ നിൽക്കുന്നത്, അതായത് നമ്മുടെ വോളിലോട്ട്. ആ അന്നേരത്തേക്കിന് നമുക്ക് ഈ വോളിലോട്ട് മുട്ടുമ്പം ഇവിടം വരെ എത്തുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഡോറിന്റെ കറക്റ്റ്, അതായത് കറക്റ്റ് ഉണ്ടല്ലേ? കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മളിവിടെ അപ്പം വെച്ച് കഴിയുമ്പോൾ ഇവിടെ ആയിട്ടാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നെങ്കിൽ നമ്മൾ നേരെ നിൽക്കുന്നത് ഈ ഡോറിന്റെ അടുത്തായിരിക്കും. ഡോർ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ വല്ല പ്രശ്നമാവും. മനസ്സിലായി. അപ്പൊ അവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒന്നെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രൊജക്റ്റ്, ഒരു പാസേജ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാക്കാം. ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെയൊക്കെയല്ലോ. ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ? അങ്ങനെ ചെയ്തിട്ടൊന്ന് കാണിക്കാൻ പറ്റുമായിരിക്കാം? ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ പാസേജ് കൊടുക്കാതെ ഇതിലേക്കൂടെ കയറിയിട്ട് പോകുന്ന രീതിയിൽ നീ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുവാണേ. ഹലോ സർ, നമ്മളിപ്പോ ഇങ്ങനെ വെക്കുവാണെങ്കിലേ ഇവിടുന്ന് നമ്മൾ ഒരു വോളും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ടെറസിന്റെ അവിടെ നിന്നായിരിക്കും ഡോറ് വരിക. അപ്പം വെളിയിലൂടെ വേണം കയറി വരാൻ. അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പാസേജ് പോലെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന രീതിയിലാണ്. ഓപ്പൺ ടെറസ് തീരെ ഇല്ലാത്ത രീതിയിലോ കുറവാണ്. സാർ ഒന്ന് സൗണ്ടിൽ പറയാമോ? ഹലോ, അത് കറക്റ്റ് ഡോറിന്റെ അടുത്ത് എത്തൂലേ? ഇവിടെ എന്താ ചെയ്യാ? ഞാനൊന്ന് ആലോചിച്ചോക്കട്ടെ, എന്നിട്ട് പറയാം. ബാക്കി ചെയ്തിരിക്കുന്ന വെച്ചാൽ പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുകയല്ലേ, ഫാമിലി ലിവിങ്ങിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ പാസേജ് പോലെ കൊടുക്കണം. അതെ, ഇവിടെ നമ്മള് ഡബിൾ ഹൈറ്റാ വരുന്നത് നമ്മുടെ ലിവിങ്ങിന്റെ ഏരിയ. അതെ. ഇവിടെ അപ്പൊ ഹാൻഡ് റെയിൽ കാണും. പിന്നെ ഇങ്ങോട്ടേക്ക്, അതായത് സിറ്റ് ഔട്ടിന്റെ ഏരിയയിലേക്ക് പോകുന്നിടത്ത് ഡോറും കാണും. അങ്ങനെയല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ബെഡ്റൂമിലേക്ക് കയറുന്ന ഒരു ഏരിയ ഇല്ലേ, അവിടെ അവിടെ പാസേജോ വല്ലതും ഉണ്ടോ? ആ വാൾ ഉണ്ടാവില്ല അവിടെ. ഇല്ല, ഇവിടെ ഈ വോളില്ല, ഇങ്ങനെ തന്നെ കിടക്കുക ഓപ്പൺ ആയിട്ട് തന്നെ. ഓപ്പൺ ആയിട്ട് അതുപോലെ ഇതുപോലെയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാൻ പാടല്ലേ? പാടാണ്. അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇത് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ഫ്ലവറുകളോ. സാർ, നമുക്ക് ഇവിടെ ഈ ഡോറില്ലേ, ഈ ഡോറിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ? എങ്ങനെ? ഈ ഡോർ ഇപ്പൊ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഇങ്ങോട്ട് നീക്കിയാലോ? കുഴപ്പമില്ല. അങ്ങോട്ട്
ഇങ്ങോട്ട് നീക്കിയാല് ഇവിടം ഇച്ചിരിയും കൂടെ ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ലെങ്ത് ഇല്ലേ, ഇവിടത്തെ ലെങ്ത്, ആ ഈ റൂമിന്റെ ലെങ്ത് ഇച്ചിരിയും കൂടെ കൂട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡോർ ഓപ്പൺ ആക്കി പോകാൻ പറ്റില്ലേ? ഓക്കെ. അങ്ങനെ നോക്കിയാലോ? ആ റൂമിന്റെ സൈസ് ഇപ്പൊ എത്ര ഇട്ടത്? ഇതിപ്പോ നമ്മുടെ നോർമൽ താഴത്തെ അതേ സെയിം സൈസ് തന്നെ ചെയ്തിരിക്കുന്നത്. 340 370 അല്ലേ, ആ ആ ആ. അതിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങോട്ടേക്ക് ശകലം നീട്ടുവാണെങ്കിൽ ചിലപ്പോ നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്ന അത്രയും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാല് ആ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ലാൻഡിങ്ങും കിട്ടും, കുറച്ചൊരു സ്പേസും കൂടെ കിട്ടുമായിരിക്കും. ആ. അങ്ങനെ ചെയ്യുന്നതാണോ അതോ മറ്റേ വേറെ രീതി ഇപ്പൊ വെച്ചിരിക്കുന്ന രീതി ചെയ്യുന്നതാണോ എളുപ്പം? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതി ചെയ്തു. അതായത് നമ്മുടെ ഈ ഡോർ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടത്തെ ഡോർ ഇങ്ങോട്ട് മാറ്റി ഈ ഡോറ് ഇതിന്റെ സ്പേസ് കൂട്ടുക. ഈ റൂം നമ്മുടെ നോർമൽ റൂം അല്ലേ, അത് ഗസ്റ്റ് റൂമോ അങ്ങനെ എല്ലാണോ? അല്ല, നോർമൽ റൂം. പിന്നെ നമ്മളിവിടെ കിഡ്സ് റൂം ഇല്ലേ, കിഡ്സ് റൂമിന്റെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചർ അറേഞ്ച്മെന്റ് കറക്റ്റ് ആണെന്ന് നോക്കണേ. അതായത് സിംഗിൾ ബെഡ് അല്ലേ നമ്മൾ പറഞ്ഞത്, സിംഗിൾ ബെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ നോർമൽ വിൻഡോ അല്ലേ വരുന്നേ? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്, അതിന് ചെറിയൊരു അഭിപ്രായം കൂടി ഉണ്ട്. അതായത് ഈ സാധാ കിഡ്സ് ബെഡ് അല്ലാതെ ഇങ്ങനെ തന്നെ സാധാ നോർമൽ ബെഡ് ആയിട്ട് തന്നെ ചെയ്താലോ എന്നൊരു അഭിപ്രായം ഇവിടെ ഉണ്ട്. നമ്മുടെ കിഡ്സ് ബെഡ്റൂമിന്റെ ബെഡോ? ആ ബെഡ് സാധാരണ നോർമല്. ആ നോർമല്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹെഡ് ബോർഡ് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും? ഇവിടെ ജനലായോണ്ട് ചെറിയൊരു അഭിപ്രായം പറയാം. നമ്മള് ഈ വിൻഡോ കൊടുത്തില്ലേ വലിയ, അതൊരു സൈഡില് ഉള്ള സിംഗിൾ വിൻഡോ കൊടുക്കുക. സിംഗിൾ വിൻഡോ. അപ്പൊ അതായത് നമ്മുടെ എക്സ്റ്റീരിയർ മാറ്റം വരുമല്ലേ? എക്സ്റ്റീരിയറില് അങ്ങനെ കുറച്ചുകൂടി ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ നമുക്കിവിടെ എങ്കിലും ഇതുപോലത്തെ വിൻഡോ തന്നെ ആക്കിയിട്ട് ഈ വോളിൽ മാത്രം എന്തെങ്കിലും ഡിസൈനുകളോ അങ്ങനെ കൊടുത്താലോ? അതായത് ഇപ്പം ലൈറ്റ്സുകൾ വെച്ചിട്ടോ, എങ്ങനെ വോൾ ലൈറ്റ് വെച്ചിട്ട്, അതായത് വോൾ ലൈറ്റും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു പാനലിങ്ങും പോലെ കൊടുത്ത് ഒരു കവറിങ് കൊടുത്തു കഴിഞ്ഞാലോ? വിൻഡോ ഏതായാലും കറക്റ്റ് സെന്റർ ചെയ്ത് നോക്കി, എന്നിട്ട് സെന്ററില് സിംഗിൾ ബെഡ് ഇട്ടോ. വിൻഡോ ഇപ്പം 3 പാളി വേണ്ടെന്നോ? അല്ല, 3 പാളി തന്നെയാണ്. കറക്റ്റ് സെന്റർ ചെയ്ത് വെച്ചിട്ട് ബെഡ് കോട്ട് ഒന്നാക്കുക. അപ്പൊ സിംഗിൾ കോട്ട് 2 ഉള്ളത് ഒരു കിങ് സൈസ് ബെഡ് ആക്കിയത് ഒറ്റ ഒരെണ്ണം ആക്കുക. ഓക്കെ. ഞാൻ എന്നിട്ട് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് മാറ്റം വരുത്തണേ അന്നേരം നോക്കാം. ഓക്കെ സാർ. പിന്നെ നമ്മളിവിടെ ഒറ്റ സ്റ്റഡി ഏരിയ കൊടുക്കുന്നുള്ളൂ. സ്റ്റഡി ഏരിയ ഇല്ലേ, ഇവിടെ ആയിട്ട് കൊടുത്താൽ മതിയില്ലേ? അത് ഒറ്റ ഒരെണ്ണം കൊടുത്താൽ മതിയോ? അത് ഒരെണ്ണം മതി. പിന്നെ ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ വരുമ്പോഴേ നമ്മൾ ഫുൾ ലെങ്തിൽ കൊടുക്കണോ മിറർ വരുന്നത്? അത്ര മതി. മിററോ? മിറർ ഇല്ലേ, അത് ഫുൾ ലെങ്തിൽ കൊടുക്കണോ? മിറർ ഫുൾ ലെങ്ത് ഉണ്ടാകും. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മൾ ടേബിളും ഒരു ഫുൾ ലെങ്തിലും കൊടുക്കുക. ഇവിടെ നമ്മൾ അല്ലാണ്ട് നമ്മള് ഒരു കബോർഡ് അല്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ? അതെ അതെ. ഇവിടുത്തെ ബാത്റൂം നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കയറി വരുമ്പോൾ ഒരു WB, പിന്നെ WC നിഷ്, അതായത് താഴെ വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അതായത് നിഷ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ്, പിന്നെ നമ്മുടെ WC കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ ഷവർ കൊടുത്തിട്ടുണ്ട്. ഷവർ എങ്ങനത്തെയാ വേണ്ടേ? നമ്മുടെ ഈ താഴത്തെ റൂമിൽ വെച്ച പോലത്തെയാണോ?
താഴത്തെ പോലെ. സീലിങ്ങില്. ആ അത് ഇതില് വരണട്ടാ, ഒറ്റ വാളിലായിട്ട് എല്ലാം കൂടി. ഓക്കെ, ഈ വോളിൽ. പിന്നെ ഈ ഒരു പോർഷൻ അല്ലേ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നേ. ആ ഇവിടെ നമ്മൾ ഇവിടം വരെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടോ, വിൻഡോ ഫുൾ അവിടെ ലെങ്തിലാണോ? വിൻഡോ ഉണ്ട്. പിന്നെ അവിടെ വരുന്നത് ഗ്ലാസ് ആണ്, ആ ഓക്കെ. ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ വഴി കൂടെയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളൊരു കോട്ടിന്റെ പൊസിഷൻ ഈ രീതിയല്ലേ വരുന്നേ. ആ പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുക്കും. ഈ സൈഡിൽ തന്നെ നമ്മുടെ മിറർ യൂണിറ്റ് കൊടുക്കണം. അതെ. പിന്നെ വരുന്നത് ഇവിടുത്തെ നമ്മള് ബാത്റൂമില് അത് സെയിം മതി. എന്തോ അതങ്ങനത്തെ നമ്മൾ താഴെയുള്ളത് പോലെ തന്നെ മതി. ഓക്കെ. ഇവിടെ നമ്മൾ WB കൊടുക്കണോ? സ്പേസ് ആ കുറവാണ്. ഇതെല്ലാം ഉണ്ടായിക്കോട്ടെ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം സമയത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു മീറ്റിംഗ് വെക്കാവേ. ആ താങ്ക് യു.